10 വയസ്സ് മുതൽ ഏകദേശം 18 വയസ്സിനകത്ത് വരുന്ന കുട്ടികളാണ് ഇവിടെ പോകുന്നതിൽ 98%. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ തന്നെ ഈ പ്രദേശത്ത് വരിക, അവര് കാണിക്കുന്ന വിക്രിയകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ പോലും സഹിക്കാൻ പറ്റാത്ത നിലയിലാണ്. ഇതിന്റെ രക്ഷിതാക്കൾ ഇതുവല്ലതും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടുപോയി ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്ന കാലഘട്ടം വിദൂരമല്ല. ഇതെന്തായാലും ഈ പ്രദേശത്ത് കുട്ടികൾ വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ആൺകുട്ടികളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ഒരു സംശയമില്ല. പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംശയിക്കും ആൾക്കാരല്ലേ? തീർച്ചയായും ഇവിടെ മിക്ക ഈ പറയുന്ന പോലെ നമുക്ക് സങ്കടം തോന്നുന്നു. കാരണം 8ലും 6ലും 7ലും പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കമാണ് ഇവിടെ വന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ കട ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവും. കാരണം ഇപ്പൊ തന്നെ ചേട്ടാ ഇപ്പം നമുക്ക് മേപ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഈ ഓരോ കുറ്റിക്കാട്ടിൽ ഓരോ പിന്നെ അവർക്ക് പ്രത്യേക ഒരു താവളം തന്നെ റെഡിയാക്കി വെച്ചേക്കും. പെൺകുട്ടി എന്തായാലും ഇത്തിരി ഭയാനകമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് വരത്തില്ല, കൂട്ടുകാരോടൊപ്പം അല്ല. ഇതിനു മുമ്പ് ഇവർ ഇവിടെ വന്നിട്ടുണ്ട്. വരാതെ എന്തുവായാലും ഒരു വ്യക്തിക്ക് ഇവിടെ വരാനൊക്കത്തില്ല. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അധികം ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത് സ്ഫോടനകരമായുള്ള കാലഘട്ടം, അപകടകരമായ കാലഘട്ടം എന്നൊക്കെയാണ് നമ്മൾ ഓരോ കടന്നു പോകുന്നത്. കാരണം നമുക്കത് പിന്നീട് വരുന്ന ഭവിഷ്യത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ടാവില്ല. കാരണം ഇപ്പോഴൊരു പാട്ടുണ്ടല്ലോ എന്നെ ഏതോ മറ്റേ ഒരു കുഞ്ചാക്കോവിൻ്റെ പടം പേര് ഓർമ്മയില്ല. എന്നെ സിനിമയിലൊരു പാട്ടുണ്ട്, എന്നെ തുടക്കത്തിലെല്ലാം കുളിരല്ലേ ഒടുക്കത്തിലെല്ലാം കുരിശല്ലേ എന്നൊരു പാട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. പിള്ളേർക്ക് അതിൻ്റെ പ്രായത്തിൻ്റെതായിട്ട് രീതി അറിയില്ല, പിന്നീട് നമ്മളത് അനുഭവിക്കേണ്ടി വരും. കാരണം എപ്പോഴും ഒരു വിധത്തിൽ സദാചാര പോലീസ് നല്ലതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത്രയും പറക്കം പറ്റാത്ത പിള്ളേർ വന്നിട്ട് രാത്രിയിൽ ഒരു സ്ഥലത്ത് ഇത്ര വിജനമായ ഒരു സ്ഥലത്തൊക്കെ ഒരു കുറ്റിക്കാട്ടിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഉദ്ദേശത്തിലായിരിക്കില്ല. തീർച്ചയായിട്ടും അവിടെ നാട്ടുകാർ തന്നെയാണ് ഇതിനെ എഫക്റ്റ് എടുക്കേണ്ടത്. ഒരു സദാചാരം കാണിച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അവിടെ ശക്തമായിട്ട് അവിടെ നിന്നൊരു വടിയെടുത്ത് അടിച്ചു ഓടിച്ചോളാം, അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ ഒരു 6, 8ലും 10ലും പഠിക്കുന്ന പിള്ളേരെ രക്ഷിതാക്കൾ പോലും അറിയത്തില്ല. ശരിക്കും നമ്മളെപ്പോഴും ഒരു ചെറിയ പ്രായത്തിലാണ് കുട്ടികളെ നോക്കേണ്ടത്. അത് നോക്കേണ്ടതാണ്, ശരി തന്നെയാണ്. നമ്മൾ ഉണ്ടോ ഇതുണ്ടോ എന്ന് മാതാപിതാക്കൾ നോക്കണം. അതിനേക്കാളും 100 ഇരട്ടി നോക്കേണ്ടത് ഈ ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ്. പക്ഷേ പഠിക്കാൻ പറ്റുന്ന സമയത്ത് ഇവരിങ്ങനെ ഓടിപ്പോയി നടക്കുക, അതായത് ഇങ്ങനെ കറങ്ങാൻ നടക്കുക, അതൊക്കെ വളരെ വളരെ കേട്ടിട്ട് തന്നെ ഒരു പേടിയാവും. കാരണം ഈ ടീനേജ് പ്രായം കടന്നു വന്നാണ് നമ്മളൊക്കെ. നമ്മൾ ഒത്തിരി അഡിക്ഷനിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പം ലഹരിയാണ് ടീനേജ് പ്രായത്തിൽ ഏറ്റവും വലിയ അഡിക്ഷൻ എന്നൊക്കെയാണ് നമുക്ക് തോന്നുമെങ്കിലും അതിനേക്കാളും അട്രാക്ഷൻ, അതായത് പ്രണയം തോന്നുന്നത്, അതായത് ടീനേജിൽ ഭയങ്കര അപകടകരമായിട്ട് കാലഘട്ടമാണ്. പിന്നെ പിന്നീട് നമ്മൾ ഭാവിയിലേക്ക് ഓർക്കുമ്പോൾ അത് ഭയങ്കര രീതിയിലായിരിക്കും. അപ്പോൾ ആ നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങളൊരു ചൂരലെടുത്ത് പിടിച്ച് പൊട്ടിയിൽ വെച്ച് കൊടുത്തോളാം, അവിടെ കയറ്റാൻ അനുവദിക്കില്ല. നിങ്ങൾ നാട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. ഒരു സദാചാര പോലീസ് വിളിച്ചു എന്ന് വെച്ച് അതൊന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്.